7 സഭകൾക്കുള്ള ആശംസകളാണ്. 7 സഭകൾക്കുള്ള ആശംസകൾ. അപ്പോൾ ആമുഖം എന്ന് ഞാൻ പറഞ്ഞു, അത് 1 വാക്യം മുതൽ 8 വാക്യം വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ ആണ് ഈ പറയുന്ന 4 പോയിന്റുകൾ ഉൾപ്പെടുന്നത്. അതിൽ 1-ാമത്തെ പോയിന്റ് ആമുഖവും അനുഗ്രഹവും എന്നുള്ളത്. അത് 1-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വരെ വാക്യമാണ്. ഇനി അതിന്റെ 2-ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ 7 സഭകൾക്കുള്ള ആശംസകൾ പറയുകയാണ്. അത് 4, 5, 6 വാക്യങ്ങളാണ് 7 സഭകൾക്കുള്ള ആശംസകൾ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് അതിൽ നിന്ന് 2 പോയിന്റുകൾ വരുന്നുണ്ട്. ആ ഹെഡിങ്ങിന്റെ താഴെ 2 പോയിന്റുകൾ വരുന്നു. ഒന്ന്, യോഹന്നാൻ മുതൽ ഏഷ്യയിലെ 7 സഭകൾ വരെ എന്നുള്ളതായ ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സഭയ്ക്കുള്ള ആശംസ കൊടുക്കും. യോഹന്നാൻ മുതൽ ഏഷ്യയിലെ 7 സഭകൾ വരെ. രണ്ടാമത്തത് കൃപയും സമാധാനവും. ഇത് 4, 5, 6 വാക്യങ്ങളിലായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി 3-ാമത്തെ സബ് ഹെഡിങ്, 1-ാമത്തെ ആമുഖവും അനുഗ്രഹം, 2-ാമത്തേത് 7 സഭകൾക്കുള്ള ആശംസകൾ. 3-ാമത്തെ സബ് ഹെഡിങ്ങിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. ഇത് 7-ാമത്തെ വാക്യമാണ്. ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രഖ്യാപനം. അതിൽ 3 പോയിന്റുകൾ വരുന്നുണ്ട്. അവൻ മേഘങ്ങളോടെ വരുന്നു. 2, എല്ലാ കണ്ണുകളും അവനെ കാണും, അവനെ കുത്തിയവരും കാണും. 3-ാമതായിട്ട് ഭൂമിയിലെ എല്ലാ ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. അപ്പോ 3-ാമത്തെ പോയിന്റ് ആയിരിക്കുന്ന ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രഖ്യാപനം 7-ാം വാക്യത്തിൽ ഓർപ്പിക്കുമ്പോൾ ആ പ്രഖ്യാപനം ഏതൊക്കെ നിലകളിലാണ് അവിടെ ഓർപ്പിക്കുന്നത്? അവൻ മേഘങ്ങളോടെ വരുന്നു. 7-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾ ഇന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. ഇങ്ങനെ 3 ഭാഗമാണ് ഈ 7-ാം വാക്യത്തിൽ നമുക്ക് 3-ാമത്തെ പോയിന്റ് കാണാൻ കഴിയുന്നത്. 3-ാമത്തെ പോയിന്റ് ആണ് ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ളതായ പ്രഖ്യാപനം. അതിൽ 3 പോയിന്റ് നമുക്ക് കാണാൻ കഴിയുന്നു. അവൻ മേഘങ്ങളോടെ വരുന്നു, എല്ലാ കണ്ണുകളും അവനെ കാണും, അവനെ കുത്തിയവരും കാണും, ഭൂമിയിലെ എല്ലാ ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. ഇങ്ങനെ 3 പോയിന്റാണ് ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രഖ്യാപനം എന്ന 7-ാം വാക്യത്തിന്റെ ആ പോയിന്റ് നമുക്ക് പഠിക്കാനായിട്ട് കാണുന്നത്. ഇനി ആമുഖത്തിന്റെ 4-ാമത്തെ പോയിന്റ് ആണ് തന്നെത്താൻ വെളിപ്പെടുത്തുന്നു. 8-ാമത്തെ വാക്യമാണ്. തന്നെത്താൻ താൻ വെളിപ്പെടുത്തുകയാണ് യേശുക്രിസ്തു. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യും. അപ്പോ 8-ാമത്തെ വചനം 4-ാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. തന്നെത്താൻ യേശുക്രിസ്തു തന്നെത്താൻ വെളിപ്പെടുത്തുകയാണ്. എന്താണ് വെളിപ്പെടുത്തുന്നത്? ഞാനാണ് ആൽഫയും ഒമേഗയും, അതായത് തുടക്കവും അവസാനവും. 2-ാമത്തെ പോയിന്റ് ആരായിരുന്നു എന്ന് താൻ വെളിപ്പെടുത്തുന്നു, ആരാകുന്നു എന്ന് പ്രസന്റ് വെളിപ്പെടുത്തുന്നു, വരാനിരിക്കുന്നവൻ ആരാന്ന് വെളിപ്പെടുത്തുന്നു, സർവശക്തൻ എന്നും താൻ വെളിപ്പെടുത്തുക. അപ്പൊ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ദെൻ ഹിസ് മൈറ്റി പവർ, ഇങ്ങനെ 4 കാര്യങ്ങളാണ് അതിനകത്ത് വെളിപ്പെടുത്തുന്നത്.